Hi dears, welcome back to your channel. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചാട്ട് റെസിപ്പിയാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ചന ചാട്ട് എങ്ങനെയാണ് റെഡിയാക്കാനാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ചാട്ട് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് വൈറ്റ് ചിക്ക് പീസ് ആണ്. ഇവിടെ ഞാൻ 1.5 കപ്പോളം വെള്ളക്കടല കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 2 വിസിലടിച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ചട്നി വേണം, പിന്നെ സ്വീറ്റ് ചട്നി വേണം. ഗ്രീൻ ചട്നി എന്ന് പറഞ്ഞാൽ നമ്മൾ മിൻറ്റും കൊറിയാൻഡറും യൂസ് ചെയ്തിട്ട് അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് അരച്ചെടുക്കുന്നതാണ്. പിന്നെ സ്വീറ്റ് ചട്നി എന്ന് പറയുന്നത് സ്വീറ്റ് ആൻഡ് സോർ ചട്നിയാണ് കേട്ടോ. ആക്ച്വലി അത് നമ്മൾ ഡേറ്റ്സും ടാമറിൻഡും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഗ്രീൻ ചട്നി നമുക്ക് ഒരു 2-3 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. പക്ഷേ മറ്റേ സ്വീറ്റ് ചട്നി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാലും നമുക്ക് 1 മാസം 1.5 മാസത്തോളം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്, കേടുവരില്ല. ഇത് രണ്ടും നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മസാലപ്പുരി ഉണ്ടാക്കിയപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് 2 ചട്നിയും. അപ്പോൾ അത് കണ്ടു നോക്കാം. വീണ്ടും ഞാനിത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ മസാലപ്പുരിയുടെ റെസിപ്പിയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഇനി ഞാനിവിടെ 2 സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 2-3 സ്ലൈസ് ലെമനാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കുക്കുംബറും മല്ലിയിലയാണ്. ഇവിടെ ഞാൻ ഒരു കുക്കുംബർ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മല്ലിയില നന്നായി വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സേവ് വേണം, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ചാട്ട് റെഡിയാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഇതിൽ നിന്ന് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ചേർക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കുക്കുംബറും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഗ്രീൻ ചട്നിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം സ്വീറ്റ് ചട്നിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ലെമൻ്റെ സ്ലൈസസ് എടുത്തിട്ട് ഒരു 2 സ്ലൈസ് ലെമൺ ഇതിൻ്റെ മേലെ നമുക്ക് സ്ക്വീസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചന ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മധുരവും എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ചാട്ടിന്. എല്ലാവർക്കും ചാട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച ചാട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ലാസ്റ്റായിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും മല്ലിയിലയും ടൊമാറ്റോയും സേവും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി ഗ്രീൻ ചട്നിയും സ്വീറ്റ് ചട്നിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഗ്രീൻ ചട്നി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മധുരവും പുളിയാണ് കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വീറ്റ് ചട്നി കുറച്ചും കൂടി അധികം ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ മല്ലിയിലയും വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പിന്നെ സേവും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചന ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ കമൻസിലൂടെ അറിയിക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.